മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ വിമർശിച്ചുകൊണ്ടുള്ള മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ പരാമർശങ്ങളിൽ എതിർപ്പറിയിച്ച കോൺഗ്രസ് മരിച്ചിട്ടും അദ്ദേഹത്തെ വേട്ടയാടുകയാണെന്നും ഇത് അനുവദിക്കാനാകില്ലെന്നും കോൺഗ്രസ് പറഞ്ഞു. ഗണേഷ് കുമാർ ഉമ്മൻചാണ്ടിയെ അനാവശ്യമായി വിവാദത്തിലേക്ക് വലിച്ചിഴക്കുകയാണെന്നും അവാസ്തവങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്നും കോൺഗ്രസ് വിമർശനം ഉന്നയിച്ചു. ഉമ്മൻചാണ്ടി ഗണേഷ് കുമാറിനോട് കാണിച്ച മര്യാദയോ മാന്യതയോ തിരിച്ച ഗണേഷ് കുമാറിൽ നിന്നുണ്ടായിട്ടില്ല എന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. തനിക്കെതിരായ ചാണ്ടി ഉമ്മൻ എംഎൽഎയുടെ പരാമർശങ്ങൾക്ക് മറുപടി നൽകുന്നതിനിടെയാണ് ഗണേഷ് കുമാർ ഉമ്മൻചാണ്ടിക്കെതിരെ സംസാരിച്ചത്. തന്റെ കുടുംബം തകർത്തതും മക്കളെ അകറ്റിയതും ഉമ്മൻചാണ്ടിയാണെന്നും മന്ത്രിസ്ഥാനം രാജിവെപ്പിച്ച് തന്നെ പറ്റിച്ചെന്നുമായിരുന്നു ഗണേഷ് കുമാറിന്റെ ആരോപണം. ഉമ്മൻചാണ്ടിക്കെതിരായ സോളാർ പരാതിക്കാരിയുടെ പരാതി 18 പേജിൽ നിന്നും 24 പേജായി ഉയർത്തുന്നതിന് പ്രധാന കാരണക്കാരൻ ഗണേഷ് കുമാർ ആണെന്നും ഗണേഷ് കുമാർ എന്റെ കുടുംബത്തോട് ഇങ്ങനെ ചെയ്യുമെന്ന് കരുതിയില്ല എന്നുമായിരുന്നു ചാണ്ടി ഉമ്മന്റെ പ്രസംഗം. ഉമ്മൻചാണ്ടിയെ വിമർശിച്ചുകൊണ്ടുള്ള മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ പരാമർശങ്ങളിൽ ഇപ്പോൾ കോൺഗ്രസ് എതിർപ്പറിയിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. മരിച്ചിട്ടും അദ്ദേഹത്തെ വേട്ടയാടുകയാണെന്നും ഇത് അനുവദിക്കാനാകില്ല എന്നുമാണ് കോൺഗ്രസ് പറയുന്നത്. ഗണേഷ് കുമാർ ഉമ്മൻചാണ്ടിയെ അനാവശ്യമായ വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കുകയാണെന്നും അവാസ്തവങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്നും കോൺഗ്രസ് വിമർശനം ഉന്നയിച്ചു. ഉമ്മൻചാണ്ടി ഗണേഷ് കുമാറിനോട് കാണിച്ച മര്യാദയോ മാന്യതയോ തിരിച്ച ഗണേഷ് കുമാറിൽ നിന്നുണ്ടാകുന്നില്ല എന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. തനിക്കെതിരായ ചാണ്ടി ഉമ്മൻ എംഎൽഎയുടെ പരാമർശങ്ങൾക്ക് മറുപടി നൽകുന്നതിനിടെയാണ് ഗണേഷ് കുമാർ ഉമ്മൻചാണ്ടിക്കെതിരെ സംസാരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. തന്റെ കുടുംബം തകർത്തതും മക്കളെ അകറ്റിയതും ഉമ്മൻചാണ്ടിയാണെന്നും മന്ത്രിസ്ഥാനം രാജിവെപ്പിച്ചത് തന്നെ പറ്റിച്ചെന്നുമായിരുന്നു ഗണേഷ് കുമാർ പറഞ്ഞത്. ഉമ്മൻചാണ്ടിക്കെതിരായ സോളാർ പരാതിക്കാരിയുടെ പരാതി 18 പേജിൽ നിന്നും 24 പേജായി ഉയർന്നതിന് പ്രധാന കാരണക്കാരൻ ഗണേഷ് കുമാർ ആണെന്നും ഗണേഷ് കുമാർ എന്റെ കുടുംബത്തോട് ഇങ്ങനെ ചെയ്യുമെന്ന് കരുതിയില്ല എന്നുമായിരുന്നു ചാണ്ടി ഉമ്മന്റെ പ്രസംഗം. ഏതായാലും ഈ ഒരു വിവാദങ്ങൾക്ക് തുടക്കമിട്ട ചാണ്ടി ഉമ്മൻ നടത്തിയ പ്രസംഗമാണ് ഇപ്പോൾ കേൾക്കുന്നത്. പ്രസംഗത്തിലേക്ക് 9 വർഷക്കാലം ഇടതുപക്ഷത്തിന്റെ ക്രൂരമായ വിനോദം, ആ ക്രൂരമായ വിനോദമാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യം നശിപ്പിച്ചത്. 18 പേജുള്ള കത്ത് എങ്ങനെ 21 പേജുള്ളതായത്? എങ്ങനെയാണ് കൂടുതൽ പേരുകൾ എഴുതി ചേർത്തത്? ആരാണ് എന്റെ പിതാവിന്റെ സീഡ് തപ്പി യാത്ര നടത്തിയത്? അതുകൊണ്ട് ഇന്ന് ഇത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുന്നു എന്ന് കണ്ടിട്ട് അത് കോൺഗ്രസിന് തലയിൽ കെട്ടിവെക്കുവാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരെയാണ് വഞ്ചിക്കാൻ ശ്രമിക്കുന്നത്? നിങ്ങളുടെ ക്യാപ്സ്യൂളുകൾ എത്ര ഇറക്കിയാലും ശരി, കേരളത്തിലെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം CPM ആണ് സോളാർ കേസിന്റെ പിന്നിൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ നേപ്പാൾ സ്വദേശി ദുർഗ കാമി